അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന യൂണിറ്റിലെ തേർഡ് ചാപ്റ്ററാണ് ലൈൻസ് റിട്ടൺ ഇൻ സ്പ്രിങ്. അതായത് ഇത് എഴുതിയിരിക്കുന്നത് വില്യം വേർഡ്സ്വർത്ത് എന്ന ഒരു മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റാണ്. അദ്ദേഹം പോയറ്റ് ഓഫ് നാച്ചർ എന്നാണ് അറിയപ്പെട്ടത്. നാച്ചറിനെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? ഈ വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കവിതയിലേക്ക് പോവാം. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്. ഇതിൻ്റെ ഇംഗ്ലീഷ് കുറച്ച് സീനായിരിക്കും, പക്ഷെങ്കിൽ എന്താ പറയുക, അർത്ഥം വളരെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്ന കവിതയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തീം എന്ന് വെച്ചാൽ മനുഷ്യന്മാർ നശിപ്പിച്ചല്ല, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യന്മാർ എന്താ പറയുക, നാച്ചറിനെ വളരെയധികം ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കവിയെയാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ വിഷമിക്കുന്ന ഒരു കവി. ഓക്കെ, അപ്പം നമുക്ക് ഈ കവിതയിലേക്ക് പോവാം. I heard 1,000 blended notes while in a group I sat reclined. അതായത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പറയുക, 1000 നോട്ട്സ് ഞാനിങ്ങനെ കേട്ടു. 1000 നോട്ട്സ്, അതായത് ഇങ്ങനെ നോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പാട്ടാണ്. 1000 ബ്ലെൻഡഡ് നോട്ട്സ്, അതായത് ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴുകി പോകുന്ന കുറച്ച് ശബ്ദം ഞാൻ കേട്ടു. while in a group I sat reclined. ഞാൻ ഗ്രൂവ് എന്ന് വെച്ചാൽ മരങ്ങൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഐ സെറ്റ് റീക്ലൈനഡ്, അതായത് വളരെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതല്ലേ ഇങ്ങനെ മരങ്ങൾക്കിടയിൽ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ അതേപോലെ അദ്ദേഹം ഇരിക്കുവാണ്. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. അതായത് നല്ല മൂഡിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ, ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്, സങ്കടകരമായ കുറേ തോട്ട്സ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താ, അതിപ്പം നമുക്കൊക്കെ അങ്ങനെയല്ലേ, നമ്മളിങ്ങനെ എന്താ പറയുക, വെറുതെ നല്ല മൂഡിലിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളെ പറ്റി ആലോചിക്കാനും സങ്കടപ്പെടുകയൊക്കെ ചെയ്യാനും. അതേപോലെ ഈ കവിയും അവിടെ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെടാൻ തുടങ്ങി. എന്താണെന്ന് നോക്കാം നമുക്ക്. To her fair work did nature link the human soul that through me ran. അതായത് to her fair work, അതായത് to her fair work, അതായത് to her എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? to her എന്ന് ഉദ്ദേശിക്കുന്നത് നാച്ചറിനെയാണ് ഹെർ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പേഴ്സോണിഫിക്കേഷൻ ആണുള്ളത്. ജസ്റ്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നാച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. അതായത് കവി ചോദിക്കുവാണ്, ഈ എന്താ പറയുക, നാച്ചറിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഈ മരങ്ങളും ഒക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതുമായിട്ടൊക്കെ എന്താ പറയുക, ലിങ്ക് ചെയ്തിട്ടുണ്ട് മനുഷ്യൻ്റെ സോള്, അതായത് എൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന എൻ്റെ ആത്മാവ് ഈ നാച്ചുറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കവി പറയുന്നത്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവഡ് മൈ ഹേർട്ട് ടു തിങ്ക്. അതായത് മച്ച് ഇറ്റ് ഗ്രീവഡ്, അതായത് അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വളരെ വിഷമിപ്പിച്ചു. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അതായത് എന്താണ് ഈ മനുഷ്യരൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്, നാച്ചുറിനെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ഈ കവിക്ക് ഭയങ്കര സങ്കടം തോന്നി. ത്രൂ പ്രിംറോസ് ടഫ്സ് ഇൻ ദാറ്റ് ഗ്രീൻ ബോവർ. അതായത് ത്രൂ പ്രിംറോസ് എന്ന് വെച്ചാൽ ഒരു മഞ്ഞ കളറുള്ള ഒരു ചെടിയാണ്. ടെഫ്സ് എന്ന് വെച്ചാൽ കുറച്ച് ചെടിയുടെ കൂട്ടം, അതായത് പീസസ് ഓഫ് ഗ്രാസ് ഗ്രോയിങ് ടുഗദർ, അതായത് കുറച്ച് ഇങ്ങനെ കൂട്ടത്തോടെ വളരുന്ന ഈ പ്രിംറോസ് എവിടെ? ഇൻ ദാറ്റ് ഗ്രീൻ ബോവർ എന്ന് വെച്ചാൽ മരങ്ങൾക്കിടയിൽ അതിൻ്റെ താഴത്തായിട്ട് വളരുന്ന ഈ പ്രിംറോസ്. ഓക്കെ, ദ പെരിവിങ്കിൾ ട്രെയിലർ ഇറ്റ്സ് റീത്ത്, അതായത് പെരിവിങ്കിൾ ഇങ്ങനെ ഒരു റീത്ത് പോലെ ചുറ്റി നിൽക്കുകയാണ് എന്തിനെ? ഈ പ്രിംറോസിനെ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്ത്. അതായത് ഈ കവി ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത്, അതായത് ഞാൻ വിശ്വസിക്കുന്നു ദാറ്റ് എവരി ഫ്ലവർ, എല്ലാ ഫ്ലവേഴ്സും എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്ത്, അതായത് ഈ എല്ലാ ഫ്ലവേഴ്സും അവർ ശ്വസിക്കുന്ന ഈ കാറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ കവി പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ് എന്ന് പറയുന്നത് ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ്. ഓക്കെ, അതേപോലെ ത്രൂ പ്രിംറോസ് ടഫ്സ് ദാറ്റ് ഇൻ ഗ്രീൻ ബോവർ, അതും എന്താ പറയുക, ഒരു വിഷ്വൽ ഇമാജിനറിയാണ്, നമുക്കത് കാണാൻ പറ്റും മനസ്സിൽ. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി എടുക്കാം. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്പ്ഡ് ആൻഡ് പ്ലേഡ്
ദർ തോട്ട്സ് ഐ കനോട്ട് മെഷർ. എന്താ പറയുക, ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്പ്ഡ് ആൻഡ് പ്ലേഡ്. അതായത് ഈ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന ഈ പക്ഷികളൊക്കെ ഇങ്ങനെ ചാടി പോവാനും കളിക്കാനും ഒക്കെ തുടങ്ങി. അതൊരു വിഷ്വൽ ഇമേജറിയാണ്. ഓക്കെ, അത് വിഷ്വൽ ഇമേജാണ്, നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ. ദെയർ തോട്ട്സ് ഐ കനോട്ട് മെഷർ. അതായത് അവരുടെ ചിന്തകൾ എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഈ കവി പറയുന്നത്. അവിടെ അലിട്രേഷൻ ഉണ്ട്. ഓക്കെ, ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. അതായത് എന്താ പറയുക, എനിക്ക് അവരുടെ കുഞ്ഞു മോഷൻ മീൻസ് അവരുടെ കുഞ്ഞു എന്താ പറയുക, ഈ ചുവടുകളൊക്കെ ചാട്ടമൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നി. ആർക്ക്? ഈ കവിക്ക്. ദ ബെഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ. അതായത് ബെഡിങ് ട്വിഗ്സ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, ആ ഭൂമിയിൽ നിന്ന് മുളച്ച് വരുന്ന മരക്കഷ്ണങ്ങൾ ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ടു ക്യാച്ച് ദ ബ്രീസിയർ. എന്തിനിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്? അതിലൂടെ പോകുന്ന കാറ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക, ഈ മരക്കഷ്ണങ്ങളൊക്കെ അവരുടെ ഫാനില്ല, പക്ഷെ അതൊക്കെ എന്താ പറയുക, ഇങ്ങനെ പറയുവാണ് കവിക്ക് അങ്ങനെ തോന്നി. ഓക്കെ, അതിലൂടെ പോകുന്ന കാറ്റിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര്, ഈ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ ദാറ്റ് ദർ വാസ് എ പ്ലഷർ ദർ. അതായത് എന്താ പറയുക, ഞാൻ വിശ്വസിക്കുന്നു അവിടെ സന്തോഷമുണ്ടെന്ന്. എന്തൊക്കെ ആലോചിച്ചിട്ട് ഇയാൾ ഭയങ്കര വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ അവിടെ വളരെ നല്ല സന്തോഷമുണ്ടെന്നാണ് ഈ കവി പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബിലീഫ്, ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻഡ്, ഇഫ് such be nature's holy plan, have I not reason to lament what man has made of. അതായത് എൻ്റെ വിശ്വാസം അങ്ങ് സ്വർഗത്തിൽ നിന്നാണ് അയച്ചത് എന്തുണ്ടെങ്കിൽ, അതായത് ഇഫ് ദിസ് ബിലീഫ് ഫ്രം ദ ഹെവൻ ടു ബി സെൻഡ്, അതായത് ഈ വിശ്വാസം സ്വർഗത്തിൽ നിന്നാണ് അയച്ചതെന്നെങ്കിൽ എന്താ പറയുക, എന്നാൽ ഇതായിരിക്കും വേണമെങ്കിൽ എന്ത്, നാച്ചുറിൻ്റെ ഹോളി പ്ലാൻസ് മീൻസ് ഡിവൈൻ ആയിട്ടുള്ള പ്ലാന്, ഈ നാച്ചുറിൻ്റെ പ്ലാൻ ഇതായിരിക്കാം. എന്ത്, ഹാവ് ഐ നോട്ട് റീസൺ ടു ബി ലാമൻറ്റ്. അതായത് എനിക്കൊരു കാരണം ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കുകയാണ് ആര്, ഈ കവി. എന്തിന്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അതായത് മനുഷ്യൻ എന്താണ് ഈ കാണിച്ചു കൂട്ടിയത് എന്ന് ആലോചിച്ച് എനിക്ക് സങ്കടപ്പെട്ടുകൂടെ. ഇത് നാച്ചുറിൻ്റെ ഒരു ഹോളി പ്ലാനാണ്. എന്ത്, ഈ തോട്ട്സൊക്കെ ഇങ്ങനെ ഇയാൾക്ക് വരാന്നുള്ളത് എന്താ പറയുക, നാച്ചുറിൻ്റെ പ്ലാനല്ല, നാച്ചുറിൻ്റെ ഹോളി പ്ലാനിനെ പറ്റിയിട്ട് ഇദ്ദേഹത്തിന് എന്താ പറയുക, വിശ്വാസം ഈ സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്നതാണെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് സങ്കടപ്പെട്ടുകൂടാ എന്നാണ് ആര് ചോദിക്കുന്നത്, കവി ചോദിക്കുന്നത്. ഇത് എന്താ പറയുക, കുറച്ച് ക്യാച്ച് ചെയ്യാൻ കുറച്ച് പാടുള്ള പോയമാണ്. പക്ഷേ എന്താ പറയുക, വളരെ ഈസിയാണ്. വായിച്ചു നോക്കിയാൽ കുറച്ചൊക്കെ മനസ്സിലാവും എന്നാണ് പറയുന്നത്. കുറച്ച് കടുപ്പമുള്ള ഒരു ഇംഗ്ലീഷ് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഈ പോയത്തിത്തെ റൈമിങ് സ്കീം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഐ ഹാഡ് എ ബ്ലെൻഡഡ് നോട്ട്സ്. അതായത് ഞാനിവിടുന്ന് എന്താ പറയുക, അതല്ല, ഈ ലാസ്റ്റ് വേർഡ്സ് നോക്ക്, നോട്ട്സും പിന്നെ രണ്ടാമത്തെ ലൈനിൽ റീക്ലൈനഡും ഉള്ളത്. അപ്പോൾ നോട്ട്സിൻ്റെ അവിടെ നമുക്ക് എ എന്ന് ഇടാം, റീക്ലൈനിൻ്റെ അവിടെ ബി എന്നും ഇടാം. അപ്പോൾ നോട്ട്സ് റീക്ലൈനഡും തമ്മിലൊരു മാച്ചും തോന്നില്ല. പക്ഷെങ്കിൽ ഈ തോട്ട്സ് കാണുന്നുണ്ടോ, മൂന്നാമത്തെ വരിയിലെ തോട്ട്സും നോട്ട്സും ഏകദേശം റൈമിങ് ആണ്. അപ്പോൾ എ അവിടെ വീണ്ടും എ ഇടാം. അതേപോലെ റീക്ലൈനഡ് മൈൻഡ് ബി. അപ്പോൾ ഇത് ഇങ്ങനെ എ ബി ആയിട്ടാണ് എന്ത് റൈമിങ് സ്കീം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള പേഴ്സണിഫിക്കേഷനും ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലോ എവിടെയെങ്കിലും പറയാം. ഓക്കെ.